മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുപ്രഭാഷണം നടക്കാറുള്ള ഹാളിലേക്ക് ആളുകൾ വന്നെത്തിക്കൊണ്ടേയിരുന്നു. വൈജയന്തി പതിവ് സ്ഥലത്ത് തന്നെ നേരത്തെ സ്ഥാനം പിടിച്ചു. പ്രഭാഷണ വേദിയിലേക്ക് ഗുരു എത്തി. പ്രസംഗത്തിന്റെയോ പ്രഭാഷണത്തിന്റെയോ മുന്നൊരുക്കവും ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്ന മട്ടിലുള്ള ചേഷ്ടകളുമില്ലാതെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് പോലെ ഗുരു പ്രഭാഷണം ആരംഭിച്ചു. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം പ്രാർത്ഥനയും കർമ്മവും എന്നതാണ്. എന്താണ് കർമ്മം? എന്താണ് പ്രാർത്ഥന? ചിലർക്ക് ഈശ്വരനോട് പരാതി പറയാനുള്ള ഉപാധിയാണ് പ്രാർത്ഥന. വേറെ ചിലർക്ക് തരണേ തരണേ എന്ന് നിലവിളിക്കാനുള്ള എളുപ്പവഴി. മറ്റു ചിലർക്ക് എനിക്ക് തന്നില്ലെങ്കിൽ വേണ്ടില്ല, അവനും കൊടുക്കല്ലേ എന്നുള്ള കരാറ് കെട്ടാനുള്ള വേദി. ഇനി ഒരു കൂട്ടർ ദൈവം വലിയവനാണെന്ന് പുകഴ്ത്തും, ദൈവത്തിന്റെ മഹിമയെ സ്തുതിക്കും, എന്നിട്ട് സൂത്രത്തിൽ തങ്ങളുടെ ചില കാര്യങ്ങൾ നടത്തിത്തരണേ എന്ന് അപേക്ഷിക്കും. മനുഷ്യനെ പുകഴ്ത്തി പറഞ്ഞ് കാര്യം നേടുന്നത് പോലെ ഈശ്വരന്റെ അടുത്തും കാര്യം സാധിക്കുമെന്നാണ് ഭൂരിപക്ഷം പേരുടെയും ധാരണ. ഈശ്വരൻ നമ്മുടെ കള്ളത്തരങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോലെ തന്നെ ബുദ്ധിഹീനനാണ്, അഥവാ മനസ്സിലാക്കിയാൽ തന്നെ പുകഴ്ത്തുന്നത് കേട്ട് എല്ലാം മറന്നു ഞെളിയുന്നവനാണ് എന്ന മട്ടിലാണ് പല ആചാരങ്ങളും പഠിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് പകരം ഭക്തിയുടെ അഭ്യാസങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ലോകത്ത് ചികിത്സിക്കാൻ പണമില്ലാതെ രോഗികളും വിശപ്പടക്കാൻ ഭക്ഷണമില്ലാത്ത കുഞ്ഞുങ്ങളും തണുപ്പകറ്റാൻ ഒരു കമ്പിളി കീറില്ലാതെ അനാഥരും വൃദ്ധരും പിടഞ്ഞു മരിക്കുമ്പോൾ കൊട്ടാര സദൃശ്യമായ ആരാധനാലയങ്ങൾ പണിതുയർത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ചിലവാക്കി നിർമ്മിക്കുന്ന ആ പടുകൂറ്റൻ എടുപ്പുകൾ ലക്ഷ്യമിടുന്നത് നേർച്ച കാഴ്ചകളും ഭണ്ഡാരപ്പെട്ടികളും അടങ്ങുന്ന വൻ ബിസിനസ്സാണെന്ന് നമ്മൾ എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഭക്തൻ കൊണ്ടുവന്നിരിക്കുന്ന നേർച്ച കാഴ്ചകളെപ്പറ്റി ഈശ്വരനെ ധരിപ്പിച്ച് സ്വാധീനിച്ച് ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കൊടുക്കുന്ന ഏജന്റുമാരായി മാറിയിരിക്കുന്നു ഈ ലോകത്ത് ജീവിച്ചു മൺമറഞ്ഞ പുണ്യാത്മാക്കൾ. പ്രാർത്ഥന എന്നത് അവനവന്റെ ഭൗതികമായ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള പരാതിയും നിലവിളിയും പരിവേദനങ്ങളുമായി മാറിയിരിക്കുന്നു. എൻ്റെ കഷ്ടപ്പാട് നീക്കി തരണമേ, എൻ്റെ മകന് ജോലി നേടിത്തരണമേ, എൻ്റെ മക്കളുടെ കല്യാണം നടത്തി തരണമേ, എൻ്റെ കൃഷി 100 മേനി വിളയണമേ, എൻ്റെ കച്ചവടം കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കണമേ. ഇങ്ങനെയുള്ള നിലവിളികളൊന്നും പ്രാർത്ഥനയല്ല. ഭൗതിക നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള വെറും ആർത്തനാദങ്ങൾ മാത്രമാണത്. പിന്നെ എന്താണ് പ്രാർത്ഥന? ഏകാഗ്രതയോടും വ്രതശുദ്ധിയോടും കൂടി അവനവൻ്റെ കർമ്മം ചെയ്യുക. ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി വയലിൽ കിളയ്ക്കുന്നവൻ പ്രാർത്ഥനാനിരതനാണ്. ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി വ്യാപാരം നടത്തുന്നവൻ പ്രാർത്ഥനാനിരതനാണ്. ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി ഏതേത് തൊഴിലുകളിൽ ഏർപ്പെടുന്നവനും പ്രാർത്ഥനാനിരതനാണ്. കർമ്മത്തിൽ കാപട്യം കാട്ടുന്നവൻ എത്ര വ്രതാനുഷ്ഠാനം നടത്തിയാലും എത്ര കാണിക്ക എറിഞ്ഞാലും എത്ര നിലവിളിച്ചാലും അത് പ്രാർത്ഥനയല്ല, മറിച്ച് കൈക്കൂലിയും പുകഴ്ത്തലുമായി ഈശ്വരനെ പ്രലോഭിപ്പിക്കുവാനുള്ള പാപപങ്കിലമായ പാഴ്ശ്രമം മാത്രമായി മാറുന്നു. ഇതേ സമയം ഈ ജന്മത്തിൽ അവനവൻ്റെ കർമ്മം വിശുദ്ധമായി ആചരിക്കുന്നവൻ പ്രപഞ്ച മനസ്സായ ഈശ്വരനിലേക്ക് തടസ്സങ്ങളില്ലാതെ എത്തിച്ചേരുന്നു. ഈശ്വരനോട് അടുത്തിരിക്കുന്നവർ പുരോഹിതന്മാരും സന്യാസികളും സന്യാസിനികളും മാത്രമാണെന്ന് സാധാരണ ജനങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നു. ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി വയലിൽ കിളയ്ക്കുന്നവനേക്കാൾ 1 ഇഞ്ച് പോലും അടുത്തിരിക്കുന്നവനല്ല സന്യാസം സ്വീകരിച്ച ഞാൻ. ഏകാഗ്രതയും വിശുദ്ധിയുമുള്ള ഏത് കർമ്മവും ഈശ്വര ധ്യാനമാണെന്നിരിക്കെ സന്യാസത്തിനോ പൗരോഹിത്യത്തിനോ മറ്റുള്ളവയേക്കാൾ യാതൊരു മേന്മയും അവകാശപ്പെടാനില്ല. സന്യാസം ഒരു നിയോഗം മാത്രമാണ്, അനേകായിരം കർമ്മമണ്ഡലങ്ങളിൽ ഒന്നു മാത്രമാണ്. ഈശ്വരനോട് അടുക്കുവാൻ സന്യാസവും ഈശ്വര പ്രീണനവും മാത്രമാണ് ഒരേ ഒരു വഴിയെന്ന് കരുതി എല്ലാ മനുഷ്യരും സന്യാസം സ്വീകരിച്ചാൽ എന്തായിരിക്കും ഫലം? ലോകത്തിൻ്റെ കർമ്മമണ്ഡലങ്ങൾ നിശ്ചലമാകും, ജീവിതയന്ത്രം നിലയ്ക്കും, കൃഷിഭൂമികൾ തരിശു നിലങ്ങളാകും, വംശാവലി നാമാവശേഷമാവും. വയലിൽ ഉഴുതുമറിക്കുന്നവൻ കലപ്പ അവിടെ ഉപേക്ഷിച്ച് ദേവാലയവാസിയായി മാറിയാൽ അത് പ്രാർത്ഥനയാകുന്നില്ല. ഫാക്ടറി തൊഴിലാളി യന്ത്രങ്ങൾ നിർത്തിവെച്ച് കാവി ധരിച്ച് ഭജനമിരുന്നാൽ അത് പ്രാർത്ഥനയാകുന്നില്ല. കുടുംബനാഥൻ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചാലും അത് ഈശ്വര സാക്ഷാത്കാരമാകുന്നില്ല. ഒരുവന്റെ കർമ്മം എവിടെയാണോ അവശേഷിക്കുന്നത് അവിടെ എത്തി ആ പ്രാർത്ഥന ഏകാഗ്രതയോടും വിശുദ്ധിയോടും കൂടി പൂർത്തീകരിക്കുന്നവന് മാത്രമേ ഈശ്വര ചൈതന്യമാകുന്ന ഹൃദയ സമാധാനവും ആത്മീയാനന്ദവും ലഭിക്കുകയുള്ളൂ. അതുവരെ അവൻ്റെ കർമ്മം ശിശുരോദനം പോലെ അവൻ്റെ മനസാക്ഷിക്കുള്ളിൽ കിടന്നു മുഴങ്ങിക്കൊണ്ടേയിരിക്കും. ഗുരു പ്രഭാഷണം അവസാനിപ്പിച്ചു. ഹാളിലുണ്ടായിരുന്ന ചിലർ എഴുന്നേറ്റ് പോയി, മറ്റു ചിലർ അവിടെ തന്നെ ഇരുന്നു. ആരോ തൻ്റെ തോളിൽ സ്പർശിച്ചതുപോലെ വൈജയന്തിക്ക് തോന്നി. അവൾ അതുവരെ കണ്ണടച്ചിരിക്കുകയായിരുന്നു. വൈജയന്തി നോക്കിയപ്പോൾ അഭയാംബിക അരികെ നിൽക്കുന്നത് കണ്ടു. വൈജയന്തി എഴുന്നേറ്റു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഗാർഗ്യമഠത്തിലേക്ക് നടന്നു. നടത്തക്കിടയിൽ സ്വാമിനി ചോദിക്കുകയാണ്, ഇന്നത്തെ പ്രഭാഷണം നല്ലതുപോലെ ശ്രദ്ധിച്ചോ? അപ്പോൾ വൈജയന്തി, ഉവ്, അത് എന്നോടായിരുന്നു എന്ന് തോന്നി. അപ്പോൾ സ്വാമിനി വീണ്ടും പറയുകയാണ്, എനിക്കും തോന്നി എന്നോടാണെന്ന്. ഗുരു അങ്ങനെയാണ്, പുറമേ കാണുന്ന മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, അവരുടെ ഉള്ളിലെ മനുഷ്യനോടാണ്. വൈജയന്തി ഒന്നും മിണ്ടിയില്ല. അവർ ഡോർമിട്രിയിലെത്തി. അപ്പോൾ അഭയാംബിക വീണ്ടും ചോദിക്കുകയാണ്, ഇപ്പോൾ വളരെ ആശ്വാസം തോന്നുന്നില്ലേ? ഉവ്, ഇതൊരു താൽക്കാലിക താവളം മാത്രമാണ്.
ചുമടും താങ്ങി തളർന്നു വീഴാറായവർക്ക് ഒന്ന് ഇടവെക്കാനുള്ള ഇടം. യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. വൈജയന്തി നടന്നു വന്ന വഴി വേലിക്കല്ലുകളും മുള്ളുകമ്പികളും കൊണ്ട് അടച്ചു വെച്ചിട്ട് വന്നിരിക്കുകയാണ്. അത് പാതി വഴിക്ക് മുറിഞ്ഞു നിൽക്കുന്നു. അതിനപ്പുറത്ത് ആളുകൾ കാത്തു കിടപ്പുണ്ട്. അപ്പോഴും വൈജയന്തി ഒന്നും മിണ്ടിയില്ല. സ്വാമിനി പറയുകയാണ്, വൈജയന്തി ഇരിക്കൂ. അവർ സ്വാമിനിയെ അനുസരിച്ചു. സ്വാമിനി അടുത്ത് കിടന്ന സ്റ്റൂളിന്മേലിരുന്നു. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? നിങ്ങൾ മുറിച്ചിട്ട വഴിക്കപ്പുറത്ത് നിങ്ങൾ ബാക്കി വെച്ചിട്ട് പോന്ന കർമ്മം കാത്തു കിടക്കുന്നുണ്ട്. അത് പൂർത്തിയാകാതെ ശാന്തിയില്ല. എത്ര ഭജനമിരുന്നാലും, എത്രമേൽ ഈശ്വര ധ്യാനം നടത്തിയാലും, എത്ര പ്രഭാഷണം കേട്ടാലും തിരിച്ചു പോകാതെ നിങ്ങൾക്ക് ഹൃദയ സൗഖ്യമില്ല. വൈജയന്തിയുടെ മുഖം താണു. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ജന്മബന്ധങ്ങളും കർമ്മബന്ധങ്ങളും ഈശ്വരന്റെ നിയോഗമെങ്കിൽ അതിനെ നിഷേധിക്കാൻ ആർക്ക് കഴിയും? ജീവിതത്തിൽ എന്നെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മകളെ കണ്ടേ പറ്റൂ. എന്തിന് അധൈര്യം? അവൾ നിങ്ങളുടെ ഗർഭത്തിൽ ഉരുവായിരുന്നപ്പോൾ അവളെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ട്, ലാളിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അവൾ ഇന്ന് ഗുണവതിയായി പരിലസിക്കുന്നത്. അവളെ നിങ്ങൾ അറിയാതെ പോയത് നിങ്ങളുടെ തെറ്റല്ല. അതൊരു മുൻജന്മ പാപത്തിൻ്റെ ശിക്ഷയാവാം. അത് അവളും നിങ്ങളും ഒരുപോലെ അനുഭവിക്കേണ്ടതുമാകാം. ഇപ്പോൾ തിരിച്ചറിഞ്ഞതും കണ്ടുമുട്ടിയതും ഒരു പുണ്യവുമായിരിക്കാം. അവൾ വളർന്ന് മുതിർന്ന് ഒരു സ്ത്രീയായി തീർന്നെങ്കിലും നിങ്ങൾ മോളയെന്ന് വിളിക്കുന്നത് കേൾക്കുവാൻ നിങ്ങളുടെ ഒരു തലോടൽ കൊതിക്കുന്ന ഒരു കുഞ്ഞ് ഇപ്പോഴും അവളുടെ മനസ്സിലിരുന്ന് വിതുമ്പുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. വൈജയന്തി മുഖമുയർത്തി നിറകണ്ണുകളോടെ ദയനീയമായി അഭയാംബികയെ നോക്കി. ഇവിടെയല്ല നിങ്ങളുടെ ശേഷിച്ച ജീവിതം. അതെനിക്ക് മനസ്സിലായി. ആരോ വിളിക്കുന്നുണ്ട്. നിങ്ങൾ ആ വിളി കേൾക്കുന്നുമുണ്ട്. എന്നിട്ടും കേൾക്കാത്ത മട്ടിൽ ഒളിച്ചു പാർക്കുകയാണ്. എല്ലാവരെയും എല്ലാറ്റിനെയും നിസ്സംഗതയോടെ കാണാനുള്ള ആത്മശക്തി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി തിരിച്ചു പോയേ പറ്റൂ. വൈജയന്തി മറുപടി എന്തെങ്കിലും പറയുന്നത് കാത്ത് അഭയാംബിക അല്പനേരം ഇരുന്നു. എന്നിട്ട് പറയുകയാണ്, ശരി, ആലോചിക്കൂ. അവർ മുറി വിട്ടിറങ്ങി. യാത്ര പറയുവാനും സ്നേഹനികേതനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് ക്ഷണിക്കുവാനും വേണ്ടിയാണ് അലീന കടപ്പാട്ടൂരിലെത്തിയത്. ഒരു ദിവസം അവൾ അവിടെ താമസിച്ചു. ബാലചന്ദ്രമേനോൻ സ്നേഹനികേതനത്തിലേക്ക് ആവശ്യമുള്ളത്ര ഫർണിച്ചർ 2 ദിവസം മുൻപ് തന്നെ എത്തിച്ചു കൊടുത്തിരുന്നു. ഉദ്ഘാടനത്തിന്റെ തീയതി നിശ്ചയിച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തു കഴിഞ്ഞു. കഴക്കൂട്ടം MLA ആണ് അധ്യക്ഷൻ. കഴക്കൂട്ടം കണിയാപുരം പ്രദേശങ്ങളിലെ രാഷ്ട്രീയ സാമുദായിക നേതാക്കളെയും ചടങ്ങിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് സ്നേഹനികേതനത്തിൽ നിന്നും അനാഥാലയങ്ങളിലേക്ക് മാറ്റപ്പെട്ടവരിൽ ഇപ്പോഴും ശേഷിക്കുന്നവരെ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്നേഹനികേതനത്തിലേക്ക് വീണ്ടും സ്വീകരിക്കുവാനുള്ള സന്നദ്ധത അലീന അറിയിച്ചിരുന്നു. കടപ്പാട്ടൂരിൽ ചെന്നതിൻ്റെ പിറ്റേന്ന് അലീന ബബിതയെയും കൂട്ടി കൊല്ലപ്പള്ളിയിലും പോവുകയുണ്ടായി. ശിവശങ്കരമേനോനെയും കുടുംബത്തെയും ചടങ്ങിന് ക്ഷണിച്ചു. കമലയ്ക്കൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ പ്രകടമായ അനിഷ്ടത്തോടെ മുഖത്തടിക്കുന്നത് പോലെ പറയുകയാണ്, ഞാൻ അനാഥാലയത്തിൻ്റെ ഉദ്ഘാടനത്തിനൊന്നും വരില്ല. ചുമ്മാ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഓരോരോ വേഷം കെട്ടലുകൾ. ഇതോടെ എന്തായാലും ലോകത്തുള്ള സകല അനാഥരും രക്ഷപ്പെട്ടു. ഈ ഒരെണ്ണത്തിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അലീന പുഞ്ചിരിച്ചതേയുള്ളൂ. അവൾ കടന്നുപോയപ്പോൾ കമല വീണ്ടും പിറുപിറുക്കുകയാണ്. ഇതിനൊക്കെ കാശ് മുടക്കി കൊടുക്കാൻ കുറേ ആൾക്കാർ. സ്ഥലം വാങ്ങിക്കൊടുക്കുന്നു, കെട്ടിടം വെച്ച് കൊടുക്കുന്നു, ഫർണിച്ചർ കൊടുക്കുന്നു, ചെക്ക് കൊടുക്കുന്നു, ക്യാഷ് കൊടുക്കുന്നു. എന്തോന്ന് കണ്ടിട്ടാണാവോ? ഉടനെ ബബിത മറുപടിയായി പറയുകയാണ്, ആൻറ്റി, ചിലപ്പോൾ ആൻറ്റിക്ക് ഉപകാരപ്പെട്ടെങ്കിലോ? വയസ്സുകാലത്തെ ഹരിയേട്ടനല്ലേ ഇളയ മോൻ, നല്ലതുപോലെ ശുശ്രൂഷിക്കും. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആരും വേണ്ടെന്ന് തോന്നും. പക്ഷെ കിടപ്പായാലോ? ഉദാഹരണത്തിന് വേറെങ്ങും പോകണ്ടല്ലോ. അകത്തെ കട്ടിലിൽ വയ്യാതെ ഒരമ്മൂമ്മ കിടപ്പില്ലേ? അവരും ഇതിലെ ഓടിച്ചാടി നടന്ന കുട്ടിയായിരുന്നു. എന്നെപ്പോലെ ഒരു ചെറുപ്പക്കാരിയായിരുന്നു. ആൻറ്റിയെപ്പോലെ ചുറുചുറുക്കുള്ളൊരു വീട്ടമ്മയായിരുന്നു. എല്ലാവരും ആ വഴിയിൽ കൂടി തന്നെയാണ് കടന്നു പോകേണ്ടത്. കമല അത് കേട്ട് ഒരക്ഷരം മിണ്ടാനാവാതെ തരിച്ചു നിന്നുപോയി. ഇതിനിടയിൽ അലീന ശിവശങ്കരമേനോനോട് ചോദിക്കുകയാണ്, ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഞാൻ വന്നിട്ട് മുത്തശ്ശിയെ കൊണ്ടുപോയിക്കോട്ടെ അങ്കിളെ? അയ്യോ, അമ്മ വയ്യാതെ കിടക്കുകയാണ്. ഞാൻ കൊണ്ടുപോയി നോക്കിക്കൊള്ളാം. ഏയ്, അതൊന്നും ശരിയാവില്ല. അവസാന കാലത്ത് ആർക്കും വേണ്ടാതെ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയെന്ന് ആൾക്കാർ പറയും. അമ്മയുടെ ആരോഗ്യവും സൗഖ്യവുമാണോ അങ്കിളിന് വലുത്, അതോ വെറുതെ നാക്കു വളയ്ക്കുന്നവരുടെ വർത്തമാനമാണോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? മാത്രമല്ല, അമ്മയ്ക്കും തറവാട്ടിൽ കിടന്നു മരിക്കാനായിരിക്കും താല്പര്യം. ഉടനെ അലീന ചോദിക്കുകയാണ്, മുത്തശ്ശിക്ക് ഇനി മരിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു? ഒരു 5 വർഷം കൂടി മുത്തശ്ശി ജീവിച്ചിരിക്കുന്നത് കാണിച്ചു തന്നാൽ അങ്കിൾ എനിക്ക് എന്തു തരും? സൗമ്യമായൊരു പുഞ്ചിരിയോടുകൂടിയായിരുന്നു ആ ചോദ്യം. ശിവശങ്കരമേനോൻ അതിന് മറുപടിയായി പറയുകയാണ്, ആ, ഞാനെന്തായാലും ഗംഗേട്ടനോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. അങ്കിൾ വരണം ഉദ്ഘാടനത്തിന്. ആ, വരാം. തുടർന്ന് അലീന സൗദാമിനി അമ്മയെയും കണ്ടു. അവളുടെ കൈ പിടിച്ച് ആ വൃദ്ധ എഴുന്നേറ്റിരുന്നു. എന്നിട്ട് പറയുകയാണ്, ശിവശങ്കരൻ എന്നോട് എല്ലാം പറഞ്ഞു. നീ വളർന്നു വന്ന ആ അനാഥാലയം നീ തന്നെ നടത്താൻ പോവുകയാണെന്ന്. നന്നായി എൻ്റെ കുഞ്ഞെ. ഇങ്ങനെയൊരു സൽബുദ്ധി നിനക്ക് തോന്നിയല്ലോ.
നിന്നെ വളർത്തിയെടുത്തവരോട് ഇതിൽ കൂടുതൽ എന്തൊരു നന്ദിയാ കാട്ടാനുള്ളത്? ആരൊക്കെ കൈവിട്ടാലും ഈശ്വരൻ നിന്നെ കൈപിടിച്ചു നടത്തും. നിനക്ക് തരാൻ ഒന്നുമില്ലല്ലോ എൻ്റെ കയ്യിൽ. ആ വൃദ്ധയുടെ കണ്ണുകൾ തുളുമ്പി. അത് കണ്ടുകൊണ്ട് അലീന പറയുകയാണ്, എനിക്ക് ഒന്നും വേണ്ട മുത്തശ്ശി. മുത്തശ്ശിയുടെ അനുഗ്രഹം മാത്രം മതി. അതെന്നും ഉണ്ടാവുമല്ലോ എൻ്റെ കുട്ടിക്ക്. വിറകൊള്ളുന്ന വിരലുകൾ കൊണ്ട് സൗദാമിനിയമ്മ അവളുടെ കവിളും നെറ്റിയും തലോടി. അലീന വീണ്ടും പറയുകയാണ്, ഉദ്ഘാടനത്തിൻ്റെ അന്ന് മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരുന്നുണ്ട്. ശിവശങ്കരം വിടൂ എന്നെ. ആ, ആലോചിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ജയന്തി തിരിച്ചു വന്നില്ലല്ലോ മോളെ. നിനക്ക് അവളെ ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ ഇതുവരെ. നീ പോണതിന് മുൻപേ അവളൊന്നും വന്നിരുന്നെങ്കിൽ. ഈ ഇടയ്ക്കും ശിവശങ്കരൻ പറയുന്നത് കേട്ടു അവിടെ ചെന്നിട്ട് കാണാൻ പോലും പറ്റിയില്ലെന്ന്. സാരമില്ല മുത്തശ്ശി, അമ്മ വരും, എനിക്കറിയാം. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അലീന ഇറങ്ങി. ബബിതയും കൂട്ടിക്കൊണ്ട് വീണ്ടും കടപ്പാട്ടൂരേക്കാണ് പോയത്. അവൾക്ക് ഉടനെ തിരിച്ചു പോകണം. ഉദ്ഘാടനത്തിൻ്റെ അന്ന് കാണാമെന്ന് അവൾ ബബിതയോട് പറഞ്ഞിട്ട് കുളത്തുപുഴയിലേക്ക് മടങ്ങി. അടുത്ത ദിവസം അലീന ഔതക്കുട്ടിച്ചായനെയും കൂട്ടി പുനലൂരും പത്തനാപുരത്തും പോയി. കൊട്ടാരമറ്റം തറവാട്ടിൽ ചെന്ന് റോബർട്ടിനെയും ആൻസിയെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. ദിയാമോളോടും ജോൺ പോളിനോടുമൊപ്പം ഒരു ദിവസം തറവാട്ടിൽ താമസിച്ചു. പിന്നീട് ഔസേപ്പച്ചൻ്റെ വീട്ടിലും ആൽബർട്ടിൻ്റെ വീട്ടിലും പോയി. ജോസൂട്ടിയുടെയും സാന്ദ്രയുടെയും അപേക്ഷ പ്രകാരം ഔസേപ്പച്ചൻ്റെ വീട്ടിൽ ഒരു ദിവസം തങ്ങി. ആൽബർട്ടിൻ്റെ കുട്ടികൾ കൂടി അവിടേക്ക് വന്നു. കുട്ടികൾ പിരിവെടുത്ത് സമാഹരിച്ച പണം സാന്ദ്ര അലീനയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ജോസൂട്ടി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, വലിയ തുകയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് എവിടുന്ന് കാശ് കിട്ടാനാ? ജോലിയോ വരുമാനമോ ഒന്നുമില്ലല്ലോ. പിന്നെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞ് കുറച്ച് ചോദിച്ചു വാങ്ങും. കുറേ അങ്ങ് പോക്കറ്റ് അടിക്കുകയും ചെയ്യും. അത് കേട്ടപ്പോൾ അലീനയുടെ കൺപീലികൾ നനഞ്ഞു. ഇതെത്ര ചെറിയ തുകയായാലും എനിക്കിത് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയാ. ഇങ്ങനെ തരാനുള്ള സന്മനസ്സുണ്ടായല്ലോ നിങ്ങൾക്ക്, അലീന വികാര വായ്പോടെ പറഞ്ഞു. പത്തനാപുരം വീട്ടിൽ അലീന അതിഥിയായി താമസിച്ചത് കുട്ടികൾ നന്നായി ആഘോഷിച്ചു. അടുത്ത ദിവസം അലീന കുളത്തുപുഴയ്ക്ക് തിരിച്ചുപോയി. തൊട്ടടുത്ത ദിവസം തന്നെ അവൾ സ്റ്റാൻഡിയെയും കൂട്ടി എറണാകുളത്ത് പോയി മാമച്ചനെയും ഗ്രേസമ്മയെയും ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. അവിടെ വച്ചവൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിഞ്ഞു. ടോണി കുവൈറ്റിൽ നിന്നും അവധിക്ക് വന്നിട്ടുണ്ട്. വെളുപ്പിന് നെടുമ്പാശ്ശേരിയിലെത്തി മൂവാറ്റുപുഴയ്ക്ക് പോയി. മിക്കവാറും വൈകുന്നേരം എറണാകുളത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഷെറിൻ്റെ കണ്ണുകളിൽ കാത്തിരിപ്പിൻ്റെ തിളക്കം കാണാമായിരുന്നു. പപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ചിന്നുമോൾ വീടിനുള്ളിൽ തിമിർത്താടുകയാണ്. മാമച്ചൻ അലീനയോട് ചോദിക്കുകയാണ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ആ, ഒരുവിധം ഒപ്പിച്ചങ്കിളെ. ഉദ്ഘാടനത്തിൻ്റെ അന്ന് പോയാൽ മതിയോ? ഒരു പന്തലൊക്കെ വേണ്ടേ? വേണോ അങ്കിളെ? അതുകൊണ്ട് 2 ദിവസം മുൻപേ ഞാനങ്ങ് പോകും. നീ ഒറ്റയ്ക്കോ? പെട്ടെന്ന് രേവതിക്കുട്ടി സംഭാഷണത്തിനിടയിലേക്ക് തിരികെ കയറിക്കൊണ്ട് പറയുകയാണ്, ഞാനുണ്ട്, ഞാൻ. ഓ ശരി. അല്ല, നിങ്ങൾ 2 പേര് മാത്രമായിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? പപ്പയുണ്ടല്ലോ അങ്കിളെ മേൽനോട്ടത്തിന്. അതെല്ലാം പപ്പ നോക്കിക്കോളും. അലീന വളരെ ഉത്സാഹത്തോടെയാണ് പറയുന്നത്. അപ്പോൾ മാമച്ചൻ പറയുകയാണ്, ഞാനായിരുന്നു നിന്റെ പപ്പയെങ്കിൽ ഇതൊന്നും സമ്മതിച്ചു തരത്തില്ലായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി മാമച്ചൻ്റെ കഷണ്ടി തലയിലൂടെ കൈയോടിച്ചുകൊണ്ട് പറയുകയാണ്, അതെ, അലീന ചേച്ചിക്ക് നല്ലൊരു പപ്പയെ കിട്ടിയതിൻ്റെ അസൂയ കൊണ്ട് പറയുന്നതല്ലേ ഈ പാവം കഷണ്ടി തലയൻ. കഷ്ടം, രണ്ടിനും മരുന്നില്ല. ഉടനെ അലീന അവളെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, പോടി അവിടുന്ന്, ഇങ്ങനെയൊന്നും പറയല്ലേ. ഇവളോ പറയുന്നത് അലീനയൊന്ന് കേൾക്കണം. ഗ്രേസമ്മ ഇല്ലെങ്കിൽ ഇവളെന്നെ ഇങ്ങനെ മാത്രമേ വിളിക്കത്തുള്ളൂ. ഇവളെന്നെ ഊണ് കഴിക്കാൻ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ രേവതിക്കുട്ടി, എൻ്റെ കുറ്റമല്ല അലീന ചേച്ചി, ഞാൻ പണ്ട് മുതലേ പറയുന്നതാ എന്നെ ലാളിച്ചു വഷളാക്കല്ലേ എന്ന്. ഇപ്പം എനിക്ക് പോലും എൻ്റെ മേലുള്ള പിടിവിട്ടുപോയി. പിന്നെ അങ്കിളിനെ ഒരു ദിവസം ഞാൻ ഓമനപ്പേരൊന്നും വിളിച്ചില്ലെങ്കിൽ നിനക്ക് എന്തു പറ്റിയടി, നിന്നെ അട്ട കടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. അലീനയ്ക്ക് മനസ്സിലായി ഇത് പരസ്പര സമ്മതത്തോടെ നടത്തുന്ന ഒരു കുട്ടിക്കളിയാണെന്ന്. അവളുടെ സ്നേഹവാക്കുകൾക്ക് കീഴെ വാത്സല്യ പ്രകർഷത്തിൻ്റെ അടിവരയിട്ടിട്ടുണ്ട്. അതിനാൽ അവർക്കിടയിൽ അരോചകത്വമില്ല. കേൾക്കുന്ന അപരിചിതർക്ക് മാത്രമേ ഉള്ളത്. അവരുടെ മുൻപിൽ വെച്ച് ഇത്തരം കളി തമാശകളുമില്ല. വീണ്ടും മാമച്ചൻ വളരെ ഗൗരവത്തോടുകൂടി പറയുകയാണ്, അല്ല, ഞാൻ പറഞ്ഞു വന്നതേ, ഇങ്ങനെയൊരു മോളെ കിട്ടിയിട്ട് ഞാനായിരുന്നുവെങ്കിൽ കൈവിട്ട് കളയില്ലെന്ന് തന്നെയാ. സ്റ്റാൻലിക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഇവളെൻ്റെ മകളൊന്നുമല്ല. പക്ഷെ 4 ദിവസം ഇവൾ ഇവിടുന്ന് മാറി നിൽക്കാൻ ഞാനും ഗ്രേസമ്മയും സമ്മതിക്കില്ല. ഇവൾ ഈ വീട്ടിലില്ലാതെ അത് ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. അലീനയ്ക്കത് കേട്ടപ്പോൾ മനസ്സ് ആലിപ്പഴം പോലെ കുതിർന്നലിഞ്ഞു. ഇതവളുടെ ഭാഗ്യം. എനിക്കിങ്ങനെ ഒരു പപ്പയെ കിട്ടിയത് എൻ്റെയും ഭാഗ്യം. എൻ്റെ പപ്പയെപ്പോലൊരു പപ്പയെ ആർക്ക് കിട്ടാനാ? അപ്പോൾ രേവതിക്കുട്ടി, ഇത് കിട്ടിയതൊന്നും അല്ല. കൊല്ലൻ ആലയിലിരുന്ന് ഇരുമ്പ് പഴിപ്പിച്ച് വളച്ചെടുക്കുന്നത് പോലെ അലീന ചേച്ചി ഇങ്ങനെ ആക്കിയെടുത്തതാ. ഇവിടുത്തെ അങ്കിളുടെയും ആൻറ്റിയുടെയും കാര്യവും ഇതുപോലെ തന്നെയാ. ഞാനാ ഈ ദുശീലങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത്. എല്ലായിടത്തും എൻ്റെ കണ്ണും കാതും കയ്യും ചെല്ലണം. എന്നെ വല്ലവരും കെട്ടിക്കൊണ്ടുപോയാൽ പിന്നെ നിന്നെ ആര് കെട്ടിക്കുന്നു? മാമച്ചൻ്റെ പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിച്ചു. അലീനയ്ക്കും അപ്പോൾ അങ്ങനെ തന്നെ തോന്നിപ്പോയി. ഇവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇതാണെന്നും ഇതിങ്ങനെ തന്നെ എക്കാലവും തുടർന്നു പോയാൽ മതിയെന്നും.
ഇതിനിടയിൽ രേവതിക്കുട്ടി ചോദിക്കുകയാണ് അലീനയോട്, മനുവേട്ടനെ ക്ഷണിച്ചായിരുന്നു അലീന ചേച്ചി? കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ രേവതിക്കുട്ടിയുടെ ഓർമ്മ ഒരു നിമിഷം രോഹിത്തിന്റെ നേർക്ക് പാഞ്ഞുവെന്നും അക്കൂട്ടത്തിൽ മനുശങ്കറെ കൂടി ഓർത്തതാണെന്നും അലീനയ്ക്ക് മനസ്സിലായി. അലീനയുടെ മുഖത്ത് അത് പ്രതിഫലിച്ചു. പെട്ടെന്ന് രേവതിക്കുട്ടി അലീനയുടെ കൈത്തണ്ടയിൽ പിച്ചിട്ട് ചോദിക്കുക, എന്താടി മോളെ ഒരു കള്ളച്ചിരി? ആ, നിന്റെ മനസ്സിലിപ്പോൾ ആരാ വന്ന് കയറിയതെന്ന് ഞാൻ കണ്ടു. മറ്റുള്ളവരുടെ മനസ്സിലോട്ട് ഒളിഞ്ഞു നോക്കാതെ അവനവന്റെ മനസ്സിൽ എന്താണെന്ന് പറ. ഇല്ല, ഇതുവരെ ക്ഷണിച്ചില്ല. രോഹിതിനെയും ക്ഷണിച്ചില്ല, മനുവേട്ടനെയും ക്ഷണിച്ചില്ല. ഇന്ന് തന്നെ ക്ഷണിച്ചേക്കാം. മനുവേട്ടൻ എന്നോട് അല്പം പിണക്കത്തില്ല. അതെന്തു പറ്റി? വാ വാ കേൾക്കട്ടെ. രേവതിക്കുട്ടി അലീനയെ അവളുടെ മുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. മനുശങ്കർ തന്റെ ഷിഫ്റ്റ് കഴിഞ്ഞെത്തിയപ്പോൾ 6 മണിയായി. രോഹിത് അതിനു മുൻപേ എത്തി ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ 4 പേരും കൂടി അവരുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. 2 മലയാളികളും ഒരു തമിഴനും പിന്നെ ഒരു ബംഗാളിയും. അവരും IT കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. പലർക്കും പല ഷിഫ്റ്റാണ് ജോലി. ദിവസങ്ങളോളം ചിലർക്ക് തമ്മിൽ കാണാൻ പറ്റിയെന്ന് വരില്ല. രോഹിത് മാത്രമായിരുന്നു ദിനചര്യയ്ക്ക് മാറ്റമില്ലാത്ത ഒരേ ഒരാൾ. മനുശങ്കർ വേഷം മാറി വന്ന് ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. റിംഗ് ടോൺ കേട്ടപ്പോഴേ രോഹിത്തിന് ആളെ മനസ്സിലായി. അലീന ചേച്ചിയാണ്. അവൾക്ക് വേണ്ടി മനുശങ്കർ വിഷാദ വിദൂരങ്ങളുടെ ഈണം കിനിയുന്ന ഒരു പ്രണയഗാനമാണ് ഇട്ടിരിക്കുന്നത്. മനുശങ്കർ രോഹിത്തിനെ ഒന്ന് നോക്കിയതിന് ശേഷം ഇടത് കൈയിലെ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചിട്ട് ഫോൺ എടുത്തു. ഹലോ, മനു ഹിയർ. അവൻ്റെ ശബ്ദത്തിൽ കടന്നുകൂടിയ കൃത്രിമമായ പാരുഷ്യം രോഹിത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് അലീനയുടെ ചോദ്യം വന്നു, മനുശങ്കർ എവിടെയാ? ഓഫീസിലോ ഫ്ലാറ്റിലോ? ജോലി കഴിഞ്ഞ് ഞാൻ എത്തി. ഞാനിപ്പോൾ എറണാകുളത്താ, മാമച്ചനങ്കിളുടെ വീട്ടിൽ. പപ്പയും വന്നിട്ടുണ്ട്. ആ, പിന്നെ വേറൊരു സന്തോഷ വാർത്തയുള്ളത്, റാണി ആൻറ്റിയുടെ ടോണിച്ചായൻ വന്നിട്ടുണ്ട്. ഇതെന്താ മനുവേട്ട ചുമ്മാതെ മൂളൽ മാത്രം? എന്നോട് ഇപ്പോഴും വഴക്കാണോ? ഞാൻ കേൾക്കുന്നുണ്ട്. ഫോൺ കട്ടായിട്ടില്ല. ഇത് രണ്ടും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മൂളുന്നത്. വേണമെങ്കിൽ അതും അങ്ങ് നിർത്തിയേക്കാം. എനിക്കറിയാം, ഈയിടെ എന്നെ വിളിക്കാറേയില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഫോൺ എടുക്കും, അത്രമാത്രം. വിളിച്ചാൽ വിളി കേൾക്കുന്നവരെ വിളിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അങ്ങനെ വല്ലവരെയും കണ്ടെത്തിയോ? ആ, അന്വേഷിക്കണം. മറുവശത്ത് മൗനം. മനുശങ്കർ മൗനമായി നിന്നു. രോഹിത് കാതോർത്ത് നിൽക്കുന്നത് ഇടംകണ്ണിലൂടെ കാണാം. മനുശങ്കർ മെല്ലെ ഡൈനിങ് റൂമിൽ നിന്നും ചെറിയ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. 5 നിലകൾക്ക് താഴെ സിറ്റി എന്ന നീരാളിയുടെ വാൽക്കഷ്ണം കിടന്ന് തിളങ്ങുന്നു. സന്ധ്യയാകുന്നതേ ഉള്ളൂ. ലൈറ്റുകളെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. നീണ്ട നിരത്തുകളിലൂടെ വളഞ്ഞുപുളഞ്ഞ മേൽപ്പാലങ്ങളിലൂടെ പ്രകാശപ്പെട്ടികൾ ഒഴുകുന്നു. ട്രാഫിക് സിഗ്നലുകളുടെ തടയണകളിൽ അല്പനേരത്തേക്ക് ഒഴുക്ക് നിലയ്ക്കുന്നു. വീണ്ടും പ്രവാഹം തുടരുന്നു. സംസാരിക്കുന്നില്ലെങ്കിലും ഹൃദയത്തിൻ്റെ വ്യാപാരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മനുശങ്കറിന് അത് അനുഭവപ്പെടുന്നുണ്ട്. മറുവശത്തും അങ്ങനെയാണെന്നറിയാം. വീണ്ടും അലീനയുടെ ശബ്ദം വന്നു. ഞാൻ മനുവേട്ടനെ ഇപ്പോൾ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം അറിയിക്കാൻ വേണ്ടിയാ. ഈ അടുത്ത 1-ാം തീയതിയാണ് സ്നേഹനികേതനത്തിൻ്റെ ഉദ്ഘാടനം. അതൊരു ചടങ്ങായിട്ട് നടത്തുന്നുണ്ട്. മനുവേട്ടൻ വരുമോ? ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പറയല്ലേ മനുവേട്ട. ഞാൻ ക്ഷണിക്കാതെ വരേണ്ടയാളാണ് മനുവേട്ടൻ. എല്ലാ കാര്യത്തിനും മുൻപിൽ നിൽക്കേണ്ടയാളാ. എനിക്ക് ആ അനാഥാലയത്തിന്മേലുള്ള താല്പര്യം എത്രമാത്രമുണ്ടെന്ന് നിനക്കറിയാമല്ലോ അലീന. എനിക്കറിയാം. അതെന്നോടുള്ള താല്പര്യമായിട്ടാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. വേണ്ട വേണ്ട, സംസാരിച്ച് കൂടുതൽ കാട് കയറണ്ട. ഉദ്ഘാടനത്തിൻ്റെ അന്ന് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കട്ടെ. നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരാ, വരണം. ഇതെന്താ ആജ്ഞയാണോ? എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ? രോഹിത്തിന് ഞാൻ ഫോൺ കൊടുക്കണോ? വേണ്ട, എനിക്കറിയാമല്ലോ അവൻ്റെ നമ്പര്. ശരി, എന്നാൽ വെച്ചോട്ടെ. അങ്ങനെ പറഞ്ഞുവെങ്കിലും മനുശങ്കർ കോൾ കട്ട് ചെയ്തില്ല. കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അല്പസമയം കൂടി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സങ്കടം നിറഞ്ഞ ഒരപേക്ഷ വന്നു. മനുവേട്ട, വരണം കേട്ടോ, വരാതിരിക്കല്ലേ. നോക്കട്ടെ എന്ന് പറഞ്ഞല്ലോ, വെക്കുക. അല്പം ദേഷ്യവും നൊമ്പരവും കലർന്ന സ്വരത്തിൽ പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്തു. തുടർന്നവൻ സിറ്റൗട്ടിൽ കിടന്ന കസേരയിലേക്ക് ചാഞ്ഞു. രോഹിത് ചായക്കപ്പും എടുത്ത് സിറ്റൗട്ടിലേക്ക് വന്നു. മനുവേട്ടൻ്റെ ചായ തണുത്തു കേട്ടോ. അവൻ ചായക്കപ്പ് മനുശങ്കറിൻ്റെ കയ്യിലേക്ക് നീട്ടി. മനുശങ്കർ അത് വാങ്ങിയെങ്കിലും കുടിക്കാതെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നു. എന്തു പറ്റി മനുവേട്ട? അലീന ചേച്ചിയായിട്ട് പിന്നെയും വഴക്കിട്ടോ? വഴക്കിട്ടിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കാമായിരുന്നു. പിണങ്ങി അങ്ങ് തീരുമല്ലോ. ഇതതുമില്ല. ഒരുമാതിരി ചൂളക്കകത്തിട്ട് നീറ്റുക. അപ്പോൾ രോഹിത്, മനുവേട്ട കല്യാണം നടക്കത്തില്ലെന്നൊന്നും അലീന ചേച്ചി പറഞ്ഞിട്ടില്ലല്ലോ. അവൾ പറയാത്തതെന്താ? അവൾ പറയണം നടക്കില്ലെന്ന്. പപ്പ സമ്മതിക്കില്ലത്രേ. അവൾ വാക്കുകൊടുത്തു കഴിഞ്ഞു. അയാൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം നടത്തില്ലെന്ന്. അയാൾക്ക് എന്നെ പണ്ടേ ഇഷ്ടമല്ല. അയാൾ ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല. അയാൾക്കെന്താ നഷ്ടം? അയാളുടെ ജീവിതം മുക്കാലും കഴിഞ്ഞു. അവൾ കല്യാണം കഴിക്കാതെ നിന്നാലും അയാൾക്ക് സന്തോഷമേ കാണൂ. അതുകൊണ്ടല്ലേ പകരം ഓർഫനേജ് ഇട്ട് കൊടുത്തത്. ഞാനിതുവരെ കാത്തിരുന്നതൊക്കെ വെറുതെ, ഇനി കാത്തിരിക്കുന്നതും വെറുതെ. ഉടനെ രോഹിത്, മനുവേട്ടന് എന്താ വിശ്വാസം ഇല്ലാത്തത്? അലീന ചേച്ചി എങ്ങനെയെങ്കിലും പപ്പയെ സമ്മതിപ്പിച്ചോളും. എനിക്ക് വിശ്വാസമുണ്ട്. അവളുടെ പ്രവൃത്തി കണ്ടിട്ട്.
എടാ, സ്നേഹനികേതനം ഏറ്റെടുത്ത് നടത്തുന്ന കാര്യം എന്നോടൊന്ന് ആലോചിച്ചു പോലുമില്ല. അവളൊന്ന് ആലോചിക്കേണ്ടതല്ലേ? അവൾ സ്വന്തമായിട്ട് തീരുമാനമെടുത്തു. അവളുടേതായ എല്ലാ കാര്യങ്ങളിലും അവൾക്ക് സ്വന്തം തീരുമാനങ്ങളുണ്ട്. ഹാ, മനുവേട്ടൻ്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയല്ലേ? നീ അവളുടെ പക്ഷത്തെ നിൽക്കൂ, എനിക്കറിയാം. നിന്റെ ചേച്ചിയാണല്ലോ. ഒരു ഓർഫനേജിൽ അനാഥ ശിശുക്കളെയും വൃദ്ധരെയും പരിചരിച്ച് നടക്കുന്ന ഒരു ഭാര്യയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാവണം, വേണ്ടേ? കല്യാണം കഴിഞ്ഞ് എൻ്റെ കൂടെ ഈ ഫ്ലാറ്റിൽ വന്ന് താമസിക്കേണ്ടവൾ അവിടെ സ്നേഹനികേതനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്നാൽ അതെങ്ങനെ ശരിയാവും? എന്നോടൊപ്പം ജീവിക്കാൻ അവൾക്ക് എവിടെയാ സമയം കിട്ടുക? ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്നിടത്ത് എൻ്റെ ഭാര്യ ഉണ്ടാവണ്ടേ? ഞങ്ങൾക്കൊരു വീട് വേണ്ടേ? കുട്ടികൾ വേണ്ടേ? ഞങ്ങളുടേതായ സ്വകാര്യ ജീവിതം വേണ്ടേ? സ്നേഹനികേതനം പോലൊരു പ്രസ്ഥാനം തലയിൽ കയറ്റിവെച്ചാൽ അവൾക്കത് ഇട്ടിട്ട് പോരാൻ പറ്റുമോ? ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു ജീവിതത്തെപ്പറ്റി അവൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടുമോ? 2-4 ഫോൺ കോളും മാസത്തിൽ 2 ദിവസത്തെ സഹവാസവും മാത്രമുള്ള ദാമ്പത്യ ജീവിതമല്ല എൻ്റെ സങ്കല്പത്തിലുള്ളത്. ഇത് ശരിയാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിരാശയോടും ദേഷ്യത്തോടും കൂടി മനുശങ്കർ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ഈ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.